ഹായ്. Hi, I am here at TTS Autoworks. I'm with Mr. Appajan. ഇവിടെ കുറെ BMWs ECU അൺലോക്ക് ചെയ്യാൻ വരാറുണ്ട്. നമുക്കറിയാം ഇതിന്റെ ECU ലോക്ക്ഡ് ആയതുകൊണ്ട് തന്നെ ഇത് ഫിൻലൻഡിലേക്ക് കൊടുത്ത് അയക്കേണ്ട കാര്യങ്ങളൊക്കെ. ശരിക്കും ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? ആദ്യം നമ്മൾ കസ്റ്റമറുടെ കാർ കൊണ്ടുവന്നിട്ട് സേഫ് ആയിട്ട് നമ്മൾ പാർക്ക് ചെയ്യും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ECU റിമൂവ് ചെയ്തിട്ട് വിൻ നമ്പർ കാര്യങ്ങൾ വേണ്ട അൺലോക്ക്, അതായത് മെയിൻ ആയിട്ട് 2 അൺലോക്കാണ് വന്നത് എന്ന് വെച്ചാൽ MHD നമുക്ക് ചെയ്യാം, ബോട്ട് മോഡ് 3 നമുക്ക് ചെയ്യാം. ഓക്കെ. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ മെൻഷൻ ചെയ്തിട്ട് നമ്മൾ ഫിൻലൻഡിലേക്ക് ആദ്യം കൊറിയർ അയക്കും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അത് അവിടെ നിന്ന് അൺലോക്ക് ചെയ്തിട്ട് തിരിച്ച് കിട്ടിയിട്ടാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത്. ഏകദേശം എത്ര സമയം എടുക്കും നോർമലി പോയിട്ട് വരാനായിട്ട്? ഒരു 1 to 2 വീക്സിനുള്ളിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും 1 to 2 വീക്സ് ECU ഇല്ലാണ്ട് വണ്ടി ഇവിടെ സേഫ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ. ഓക്കെ. അപ്പോൾ ഈ ദിസ് സെറ്റപ്പ് എന്തായാലും ECU അൺലോക്ക് ചെയ്യേണ്ട അവസ്ഥ ആയതുകൊണ്ട് തന്നെ എല്ലാവരും സ്റ്റേജ് 2 മാപ്പ് തന്നെ ഇടൂലേ? എല്ലാം സ്റ്റേജ് മാപ്പ്. അപ്പോൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നാട്ടിൽ വന്നിട്ടാണ് മാപ്പ് ഇടുന്നത്. ഇനി വാറണ്ടി പോവും, അൺലോക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർക്കാണെങ്കിൽ നമുക്ക് JB4 പോലത്തെ ട്യൂണിംഗ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതെങ്ങനെയാ പിക്കി ബാക്ക് ECU? എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ട്യൂൺ ചെയ്യുമ്പോൾ ഫുൾ പൊട്ടൻഷ്യൽ പോലെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല, ലിമിറ്റേഷൻസ് ഉണ്ടാവും എന്തായാലും. സോ ദിസ് കാർ ഇൻ പെർട്ടിക്കുലർ B58 340i, കുറെ 340i ഇവിടെ ചെയ്താലും എനിക്കറിയാം. അപ്പോൾ ഈ വണ്ടിയിൽ എന്താ ചെയ്യാൻ പോകുന്നത്? ECU അൺലോക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റേജ് 2 MHD മാപ്പ് ഉണ്ട്, ഒപ്പം തന്നെ XHPയുടെ സ്റ്റേജ് 2 TCU ട്യൂണർ ഉണ്ട്. ഓക്കെ. പിന്നെ ഈ OE മിഡ് പൈപ്പ്, VRSFന്റെ ഡൗൺ പൈപ്പ്, പിന്നെ വണ്ടിയിൽ ഓൾറെഡി ടർബോ ഇൻലെറ്റും എയർ ഇൻടേക്കും ഉണ്ട്. ഇതിനുണ്ട് ആളുടെ ശബ്ദകാര്യം ഇപ്പോൾ ഒരു M-Performance കാർബൺ ഫൈബർ ടിപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒപ്പം ഈ RGB സെറ്റപ്പ് DRൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഫോണിന്റെ ആപ്ലിക്കേഷനിൽ കൂടെ തന്നെ കളർ മാറ്റാൻ പറ്റും ലൈറ്റിന്റെ. ബ്രോ ആണെങ്കിൽ ബ്രോയുടെ 340iൽ എന്തൊക്കെ ചെയ്യും? ഞാൻ ആദ്യം വണ്ടി മേടിച്ചാൽ മാറ്റാൻ പോണ വണ്ടിയുടെ 4 RFT ടയറുകൾ അത് മാറ്റി നല്ല 4 ടയർ ആദ്യം മേടിച്ചിടും. ഏത് ബ്രാൻഡിന്റെ? മിഷ്ലിൻ എന്തായാലും മേടിക്കുള്ളൂ. PS4 അല്ലെങ്കിൽ 4S അല്ലെങ്കിൽ 5 എന്താ വെച്ചാൽ മേടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പ്രിങ് ഇടും. എന്ന് വെച്ചാൽ സ്റ്റോക്ക് റൈഡ് ഭയങ്കര സ്റ്റിഫാണ്. അപ്പോൾ ആ ഡാമ്പറായിട്ട് മാച്ച് ചെയ്യണ HNR നല്ല കോമ്പിനേഷനാണ്, നല്ല അടിപൊളി ഓടിക്കാൻ. HNRന്റെ സ്പ്രിങ് മാത്രം ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ബ്രേക്ക് അപ്ഗ്രേഡ് 6 പിസ്റ്റൺ നല്ല ബ്രേക്ക് മേടിച്ചിടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പരിപാടിയിലേക്ക് കിടക്കുള്ളൂ. താങ്ക് യു. അടുത്ത ബിൽഡിന് നമുക്ക് വൈകാണ്ട് തന്നെ വരാം.